നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും റെഡിയല്ലേ? സോ വെൽക്കം ടു ആൾ. ഏത് ചാപ്റ്ററിലേക്ക്? ഐഡന്റിറ്റീസ്, സർവസമവാക്യങ്ങൾ. ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, കുഞ്ഞു സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. വേറെ ആരുടെയാണ്? മാഷ്. എൻ്റെ മാഷ് ഒരു വലിയ സുഹൃത്തുണ്ട്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും അടുപ്പാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എറണാകുളം ജില്ലയിൽ അദ്ദേഹത്തിന്റെ പേര് ജോൺ സാർ, BA ജോൺ. അദ്ദേഹം മാത്സ് അധ്യാപകനാണ്, ഗണിത അധ്യാപകൻ. അദ്ദേഹത്തിന്റെ കുറേ വർക്കുകൾ, ഗണിതപരമായിട്ടുള്ള വർക്കുകൾ നമുക്ക് എല്ലാവർക്കും പരമാവധി എല്ലാ ദിവസങ്ങളിലും ഷെയർ ചെയ്തു തരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, എല്ലാ ദിവസവും രാവിലെകളില് ഓരോ പസിലുകൾ, കുസൃതി കണക്കുകൾ, SJ പസിൽസ് എന്നാണ് അതിന്റെ പേര്. ഒരു 4-5 ദിവസം മുന്നേ അദ്ദേഹം അതിലൊരു പസിലിട്ടു, ഒരു കണക്കിട്ടു. അപ്പൊ ഈ കണക്ക് ഇടുമ്പോഴൊക്കെ തന്നെ അതിന്റെ ഉത്തരങ്ങൾ പറയുന്ന സുഹൃത്തുക്കൾ മാഷുണ്ട് പലരും. ചോദ്യം ഇടുമ്പോഴൊക്കെ നിങ്ങൾ ഉണ്ടാവുമല്ലോ, മാഷൊരു ചോദ്യം ഇടുമ്പോഴൊക്കെ അതിന്റെ ഉത്തരം അപ്പ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ എഴുതി അയക്കുന്ന ആളുകള് എന്റെ ക്ലാസ്സിലുണ്ടല്ലോ, അല്ലെ? അതുപോലെ അതൊരു കൗതുകമാണ്, ഗണിതത്തിനോടുള്ള കൗതുകം. മുരളി മാഷെ പോലെ, അതേപോലെ തിരുവനന്തപുരത്തുള്ള സുബ്രഹ്മണ്യ മാഷെ പോലെ ധാരാളം ആളുകൾ ചോദ്യം കിട്ടുമ്പോഴേക്ക് തന്നെ ഉത്തരം, നമ്മൾ ആലോചിക്കുന്നതിന്റെ മുന്നേ തന്നെ ഉത്തരം അതിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തിത്വമുള്ള സുഹൃത്തുക്കളുണ്ട്. നല്ല രസമാണ്, ആ ഉത്തരങ്ങൾ വായിക്കാൻ തന്നെ രസമാണ്. അപ്പോ അതൊരു കൗതുകമാണ്. പക്ഷെ പറഞ്ഞതാണ്, കൗതുകമാണ്, ഗണിതത്തിനോടുള്ള കൗതുകം. നല്ലൊരു സ്വഭാവമാണത് ഗണിതം പഠിക്കുന്ന എല്ലാവരും. നിങ്ങളും അങ്ങനെ ആവണം. ഒരു ചോദ്യം കിട്ടുമ്പോഴേക്കും അതിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. അപ്പൊ മാഷ എന്തിനാണ് ഈ ഒരു കഥ ഇവിടെ ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ, കഥ മുഴുവനായിട്ടില്ല കേട്ടോ, എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാല്, ഈ അടുത്തന്നെ ഇതേപോലെയുള്ള ഗണിതത്തിനോട് കൗതുകമുള്ള മാഷയുടെ ഒരു ശിഷ്യ, അതായത് നിങ്ങളിൽ ഒരാൾ, പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം മാഷ്ക്ക് ഒരു ഡൗട്ട് അയച്ചു. സാർ, ഒരു സംശയം, ഈ ഐഡന്റിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, സർവസമവാക്യങ്ങൾ. സാർ, അതിന് പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ, തെളിയിക്കുക എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഏത് ഐഡന്റിറ്റി വെച്ചിട്ടാണ് ചെയ്യുക എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഈ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓരോ കണക്കുകളും ഇന്ന ഐഡന്റിറ്റി വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മാഷൊന്നും ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇതിനിപ്പോ എന്ത് മറുപടിയാണ് പറയുക, അതിപ്പോ എങ്ങനെയാണ് ഒരു എളുപ്പ വഴി കണ്ടെത്തുക, ഇതിൽ ഏത് ഐഡന്റിറ്റി ആവും എന്നുള്ളത് പറയാൻ. അന്ന് തന്നെയാണ് എനിക്ക് ഈ സന്ദർഭം ഉണ്ടായത്, ഈ കഥ. ഇനി അതിലേക്ക് കടക്കാം. അപ്പൊ ഒരു ദിവസം 4 ദിവസം മുന്നേ ജോൺ സാറ് ഈ ഒരു ചോദ്യം ഇട്ടു. ചോദ്യം ഇതായിരുന്നു, ചോദ്യം വേറൊന്നുമല്ല, x² = y² + 2182 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എക്സിനും വൈക്കും പൂർണ്ണസംഖ്യാ വിലകൾ ഉണ്ടാകുമോ
എക്സ് കോമ വൈ എന്നിവയ്ക്ക് പൂർണ്ണസംഖ്യ വിലകൾ. ഇഫ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യമാണെങ്കിൽ check whether x comma y has any natural values. ഇതായിരുന്നു ചോദ്യം. ഇതിന് പൂർണ്ണസംഖ്യാ വിലകൾ ഉണ്ടാവുമോ എക്സിനും വൈക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ? ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോ പല ആളുകളും പ്രതികരിക്കുന്നതിന്റെ മുന്നേ, പല സുഹൃത്തുക്കളും പ്രതികരിക്കുന്നതിന് മുന്നേ മാഷ മറ്റൊരു സുഹൃത്തുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന, വിക്ടേഴ്സിന് ക്ലാസ് എടുത്ത് തന്നിരുന്ന ഒരു മനോജ് മാഷ് ഓർമ്മ ഉണ്ടാവും. അദ്ദേഹം മാഷെ വിളിച്ചു. അദ്ദേഹം മാഷ സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്, വളരെ അടുപ്പമുള്ളൊരു സുഹൃത്ത്. അദ്ദേഹം വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, രാജേഷ് മാഷെ, ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഈ പാഠത്തിട്ട ചോദ്യമല്ലേ, വളരെ എളുപ്പമല്ല. അപ്പൊ ഞാൻ അത്രയും നേരം ഇന്ന് ആലോചിക്കുക, ഇതിപ്പോ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇതിന്റെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക, എങ്ങനെയായിരിക്കും ഇതിനൊരു തെളിവ് കൊടുക്കാൻ പറ്റുക. അപ്പൊ മനോജ് മാഷ് പറഞ്ഞു, ഇത് നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ചോദ്യമല്ലേ ഇത്. ഞാൻ ആലോചിച്ചു, ആണോ ഇങ്ങനെ ഒരു ചോദ്യമാണോ? മനോജ് മാഷ് പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്ക് മാഷ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണത് എന്ന് പറഞ്ഞു. ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗോ അതെങ്ങനെയപ്പോ അത്? ഞാൻ അങ്ങനെ ആലോചിച്ചു. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മനോജ് മാഷോട് തന്നെ ചോദിച്ചു, മാഷേ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം 2182 എന്ന് എഴുതിക്കൂടെ? ഇഫ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, ഈ എഴുതിയിരിക്കുന്ന വരി ശരിയാണെങ്കിൽ, അതായത് ഇങ്ങനെ എക്സിന് വൈക്ക് പൂർണ്ണസംഖ്യാ വിലകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിലകൾ ഉണ്ടാവും, അത് ഉറപ്പാ. എക്സിന് വൈക്കും ഏതെങ്കിലും വിലകൾ ഉണ്ടാവും. പക്ഷെ എക്സിന് വൈക്കും പൂർണ്ണസംഖ്യാ വിലകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം 2182 എന്ന് എഴുതിയാൽ എന്താണ് ഇതിന്റെ മീനിങ്? രണ്ട് പൂർണ്ണസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം, the difference of squares of two natural numbers is equal to 2182. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ വ്യത്യാസം, ഡിഫറൻസ് 2182 ആവണം എന്നാണ് ഈ എഴുതിയിരിക്കുന്ന വരിയുടെ അർത്ഥം അല്ലേ? അതിന്റെ അർത്ഥം അപ്പൊ ഞാൻ മനോജ് മാഷോട് പറഞ്ഞു, ഇപ്പൊ ഐഡിയ കിട്ടി. അതായത് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഐ ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2182 തന്നെ. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. എന്തുകൊണ്ട്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആ. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? സമ്മിന്റെയും ഡിഫറൻസിന്റെയും പ്രൊഡക്റ്റ്, തുകയുടെയും വ്യത്യാസത്തിന്റെയും ഗുണനഫലം 2182 ആവണം. അങ്ങനെ എക്സിനും വൈക്കും നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ, പൂർണ്ണസംഖ്യാ വിലകൾ ഉണ്ടോ, അഥവാ എണ്ണൽ സംഖ്യാ വിലകൾ ഉണ്ടോ എന്നാണ് ചോദ്യം. ഇതേ ചോദ്യം തന്നെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? ഓർമ്മയുണ്ട്. 45 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ ഇതേപോലെ രണ്ട് പൂർണ്ണസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് മാറ്റി എഴുതി. We have written 45 as a difference of two squares of natural numbers. നമ്മൾ എഴുതി, ഓർമ്മണ്ട? 9 ഇൻറ്റു 5 എന്ന് എഴുതി 45-നെ. 9 ഇൻറ്റു 5 9 45. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 45 എന്ന് പറയുമ്പോ 9 7 പ്ലസ് 2 then 7 മൈനസ് 2 and that is equal to 7 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് നമ്മൾ മാറ്റി എഴുതി. ഓർമ്മ ഉണ്ടോ?
7ന്റെ സ്ക്വയർ 49, 2ന്റെ സ്ക്വയറോ 4. അപ്പൊ 49 മൈനസ് 4 45. ഇതിനെ തന്നെ നിങ്ങൾ ഇങ്ങനെയും എഴുതിയിട്ടുണ്ടാവും 45 ഇൻറ്റു 1 45. അങ്ങനെയാണെങ്കിൽ 45 കൂട്ടിയാൽ കിട്ടണം, 1 കുറച്ചാലും കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ എന്ന് ആലോചിക്കുക. ഉണ്ടെന്ന് ഞാൻ അന്ന് കാണിച്ചു തന്നിരുന്നു. 23 പ്ലസ് 22 ഇൻറ്റു 23 മൈനസ് 22. കണ്ടോ? അപ്പൊ 45 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിനെ രണ്ട് നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമെന്നർത്ഥം. രണ്ട് രീതിയിൽ മാറ്റി എഴുതി ഞാൻ കാണിച്ചു. ഇനി രീതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അല്ലേ? Can you write in this form? Is there is any other pairs എന്ന് ഞാൻ ചോദിച്ചു. വേറെ ഏതെങ്കിലും ജോഡികൾ ഉണ്ടോ ഇതേപോലെ എഴുതാൻ എന്ന് ഞാൻ ചോദിച്ചു. അന്നൊരു ചോദ്യം അവസാനിപ്പിച്ചിരുന്നു. ഏത് തരത്തിലുള്ള സംഖ്യകളെയാണ് which kind of natural numbers can be written in this form? ഏത് പൂർണ്ണസംഖ്യകളെയാണ്, എണ്ണൽ സംഖ്യകളെയാണ് ഇത്തരത്തിൽ മാറ്റി എഴുതാൻ പറ്റുക? എത്തരത്തിൽ? രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട്, രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് മാറ്റി എഴുതാൻ പറ്റുക എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇത് അത് തന്നെയല്ലേ ചോദ്യം. 2182 ഇങ്ങനെ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുമോ എന്നാണ് മാഷ് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിലൂടെ. തിരിച്ചറിയാൻ അന്ന് പറ്റിയില്ല, പെട്ടെന്ന് പറ്റിയില്ല അല്ലേ? ഇത് തന്നെയാണ് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് പറ്റുന്ന പ്രശ്നവും. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതിന്റെ അപ്ലിക്കേഷൻ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചോദ്യങ്ങളിലെ, ആ ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വൈഷമ്യം, വിഷമത, that is a problem. That is a main problem among you, those who are studying mathematics, that you have to rectify. How I told my friend, ഞാൻ എൻ്റെ കുഞ്ഞു സുഹൃത്തിന് മറുപടി കൊടുത്തു. എന്താണെന്നറിയോ? You have to practice these kind of questions from wherever you are getting. നിങ്ങൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ പലതും പ്രാക്ടീസ് ചെയ്യണം, എവിടുന്ന് കിട്ടുന്നതാണെങ്കിലും. If it is from any question papers, ഏതെങ്കിലും ചോദ്യ പേപ്പറിൽ നിന്നാണെങ്കിൽ ഓക്കെ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള പസിലുകളിൽ നിന്നാണെങ്കിൽ അങ്ങനെ. അപ്പോ സാറ് രാവിലെ നമുക്ക് ഈ പസിലുകൾ ഇങ്ങനെ അയച്ചു തരുന്നതിന്റെ ഗുണം എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? യെസ്, ചോദ്യങ്ങളിലൂടെ തന്നെ വേണം നമ്മൾ ഇത്തരത്തിലുള്ള കണക്കുകൾക്ക് പ്രാക്ടീസ് കിട്ടാൻ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. സംശയം വേണ്ട. If it is Kohli, if it is Rohit Sharma, if it is Messi, if it is Ronaldo, everybody, practice makes perfect. അത് തന്നെയാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കണക്കൊരു ചാപ്റ്റർ പഠിച്ചത് കൊണ്ട് ഇനി അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മിഥ്യാധാരണ നമ്മളിൽ ഒരിക്കലും വരുത്തരുത്. നമ്മൾ അത് വെച്ചുകൊണ്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണം, ഇത് ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടി വരിക. That is answer from my side. അത് തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തരാനുള്ള ഉത്തരം. ഓക്കെ, ഇനി കഥ എനിക്ക് അവിടെ വെച്ച് നിർത്താം. ഇനി എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങളുടെയും ആൻസർ കണ്ടെത്താം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം വെക്കുക, 2182. അതിനെ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെ മാറ്റി എഴുതിയാൽ പറ്റിയാൽ എക്സിനും വൈക്കും പൂർണ്ണസംഖ്യാ വിലകൾ കിട്ടുമോ? നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് കിട്ടുമോ? അതാണ് എന്റെ ആവശ്യം, അതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഞാൻ ആ ചോദ്യത്തിനെ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിന്നില്ല, നിങ്ങളുടെ ബോർഡിൽ നിന്ന് ഞാൻ മാറ്റി പറയും.
ബോർഡിൽ നിന്ന് മാച്ച് കളയും. എങ്കിൽ അതിന്റെ ആൻസറിലേക്ക് ഞാനൊന്ന് വരാം നിങ്ങളുടെ മുന്നിൽ. 44 എന്ന് പറയുന്ന നമ്പറിനെ ഇതുപോലെ മാറ്റി എഴുതാൻ പറ്റുമോ? 44 എന്ന് പറയുന്ന നമ്പറിനെ, കാരണം നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന സംഖ്യകൾ 4 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാറ്റിനെയും ഇതുപോലെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? 8, 12, 16 അതിനെയൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ മാറ്റി എഴുതി ശീലിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. 4ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ എന്റെ ഒരു ചോദ്യമുണ്ട്. 44 എന്ന് പറയുന്ന നമ്പറിനെ ഇതുപോലെ 2 നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുമോ? 44 എന്ന് പറയുമ്പോ ഒന്നുകിൽ എനിക്ക് 1 × 44 എന്ന് എഴുതാം, അതും അല്ലെങ്കിൽ എനിക്ക് 2 × 22 എന്ന് എഴുതാം. 2 × 22 ഞാൻ ആലോചിക്കുകയാണ്. 1 × 44 എനിക്ക് ആലോചിച്ച് കിട്ടുന്നില്ല. അതായത് കൂട്ടിയാൽ 44 കിട്ടണം, കുറയ്ക്കുമ്പോൾ 1 കിട്ടണം. അങ്ങനെയുള്ള 2 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ? എനിക്ക് പെട്ടെന്ന് ആലോചിച്ച് കിട്ടുന്നില്ല. പക്ഷേ ഇതെനിക്ക് കിട്ടി. എന്ത്? കൂട്ടിയാൽ 22 കിട്ടുന്ന, എന്നാൽ ഡിഫറൻസ് 2 ആവുന്ന 2 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ട്. 12 - 10 × 12 + 10. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ 12² - 10² എന്ന് എഴുതാം. 12² 144, 10ന്റെ സ്ക്വയർ 100, 144 കുറയ്ക്കുന്ന 100 = 44. So I can write 45 as the difference of 2 powers of 2 natural numbers. Squares of, not powers, squares of 2 natural numbers. പറ്റും. അങ്ങനെയാണെങ്കിൽ 45നെ പറ്റുമോ? യെസ്. 45നെ നമ്മളിപ്പോ 9 × 5 എന്നും പിന്നെ 13 × 5 എന്നും അല്ലെ, 9 × 5 × 13 എന്നോ അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. 15 × 3 സോറി 15 × 3 എന്നൊക്കെ മാറ്റി എഴുതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 9 × 5 എന്നാകുമ്പോൾ 7 + 2 സോറി 7 + 2 അതേപോലെ തന്നെ 7 - 2 അല്ലെ, 7 + 2 അതേപോലെ 7 - 2 7 + 2 × 7 - 2 സോ 7² - 2². 7ന്റെ സ്ക്വയർ 44, 2ന്റെ സ്ക്വയർ 4 അല്ലെ, 49 - 4 = 45. അപ്പൊ അതും പറ്റും. സോ എന്റെ ചോദ്യം അടുത്തത് 46നെ പറ്റുമെന്നുള്ളതാണ്. 46നെ പറ്റും. 46നെ ഏതെല്ലാം രീതിയിൽ എനിക്ക് മാറ്റി എഴുതാം? ഒന്നുകിൽ എനിക്ക് 1 × 46 എന്ന് പറ്റും, അതും അല്ലെങ്കിൽ എനിക്ക് 2 × 23 എന്ന് പറ്റും. 1 × 46 പറ്റും, 2 × 23 എന്ന് പറ്റും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അതിനെ 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ, ചിലപ്പോൾ ഡെസിമൽ ഒക്കെ പറ്റുമായിരിക്കാം, 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇതുപോലെ x + y × x - y അങ്ങനെ എഴുതിയാലാണല്ലോ അതിനെ x² - y² എന്ന് മാറ്റി എഴുതാൻ പറ്റുക. ആ രീതിയിൽ എഴുതാൻ പറ്റുമോ? ഞാൻ കുറെ ആലോചിച്ച് നോക്കി, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം, പറ്റുമോ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ആണോ, ഡെസിമൽസ് ഒന്നും വരാൻ പാടില്ല. നാച്ചുറൽ നമ്പേഴ്സ് എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 47 എടുക്കുകയാണ്. 47നെ പറ്റുമോ എന്നുള്ളതാണ് എന്റെ അടുത്ത ചിന്ത. 47 എന്ന് പറയുമ്പോൾ എനിക്ക് 1 × 47 എന്ന് എഴുതാം, അല്ലെങ്കിൽ 47 × 1 എന്ന് എഴുതാം. 47 × 1 ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് അറിയോ? 24 + 23 × 24 - 23. പെട്ടെന്ന് എനിക്ക് ഉത്തരം കിട്ടി. കാരണം 24 ഉം 23 കൂടി കൂട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ 47 ആയി. അതേപോലെ തന്നെ 24 ൽ 23 കുറച്ചാൽ 1 ആയി. സോ ഐ കാൻ റൈറ്റ് ദിസ് വൺ 24² - 23². അപ്പൊ ഇനി 47 പറ്റുന്നുണ്ട്, പ്രോബ്ലം ഇല്ല. 47 പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 48 പറ്റുമോ നോക്കിയേ? 47. അതിന് പിന്നെ എനിക്ക് ഒരു ഡൗട്ടും വേണ്ട, കാരണം 4ന്റെ മൾട്ടിപ്പിളാണ്. ഈ 44 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്, മൾട്ടിപ്പിളാണ് അല്ലെ, ഗുണിതമാണത്. ഏതിന്റെ? 4ന്റെ ഗുണിതമാണ് അല്ലെ, 4ന്റെ ഗുണിതമാണ്. ഇത് 4ന്റെ ഗുണിതല്ല, പക്ഷേ ശിഷ്ടം എനിക്ക് കിട്ടിയത് 1. അതായത് 45നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുക. ശരിയല്ലേ? 44 4 11 പ്രാവശ്യം, പിന്നെ ഒരു ശിഷ്ടം, 1 ശിഷ്ടം, 1 റിമൈൻഡർ. ഓക്കെ, റിമൈൻഡർ എന്ന് പറയാം അല്ലേ. റിമൈൻഡർ ചുരുക്കി എഴുതാം. അതേപോലെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ശിഷ്ടം
രണ്ടാണ്. റിമൈൻഡർ എന്ന് പറയുമ്പോൾ രണ്ടാണ്. അതെനിക്ക് ഇതുവരെ ആലോചിച്ച് കിട്ടിയിട്ടില്ല, ഉത്തരം കിട്ടിയിട്ടില്ല. അതായത് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് പറ്റിയിട്ടില്ല. നാച്ചുറൽ നമ്പേഴ്സ് കിട്ടിയിട്ടില്ല. 47 എനിക്ക് പറ്റി. കാരണം 47 റിമൈൻഡർ അഥവാ ശിഷ്ടം എനിക്ക് കിട്ടിയത് എത്രയാണ്? 3ആണ്. അതിന് എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ 48 മൾട്ടിപ്പിൾ ആണ് അല്ലെ, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 44, 48. ഓക്കെ, അതിനൊക്കെ എനിക്ക് പറ്റി. അതിനൊക്കെ ഇതേപോലെ തന്നെ പിന്നെ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് മാറ്റി എഴുതാൻ എനിക്ക് പറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് എടുത്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, 4 എനിക്ക് പറ്റിയിട്ടില്ല. 4 ബാക്കി ഉള്ള 4ന്റെ മൾട്ടിപ്പിൾസിനൊക്കെ എനിക്ക് ഇതേപോലെ മാറ്റി എഴുതാൻ പറ്റുന്നുണ്ട്. റിമൈൻഡർ 1 വരുന്നതിനും പറ്റുന്നുണ്ട്, ശിഷ്ടം 1 വരുന്നതിനും പറ്റുന്നുണ്ട്, റിമൈൻഡർ 3 വരുന്നതിനും പറ്റുന്നുണ്ട്, ശിഷ്ടം 3 വരുന്നതിനും പറ്റുന്നുണ്ട്. ഓക്കെ, എന്നാ 1 എന്ന് പറയുന്ന സംഖ്യ അതിലൊരു പ്രശ്നം കേട്ടോ. 1നെ അങ്ങനെ മാറ്റി എഴുതാൻ എനിക്ക് പറ്റിയിട്ടില്ല. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആയിട്ട് എനിക്ക് മാറ്റി എഴുതാൻ പറ്റിയില്ല. 1 ശിഷ്ടം 1 കിട്ടുന്നത് അത് പറ്റിയിട്ടില്ല കേട്ടോ, അത് വിട്ടു. ഓക്കെ, അപ്പൊ 4 വിട്ടു, 1 വിട്ടു, ബാക്കിയുള്ളതിലാണ് പറയുന്നത്. പിന്നെ 47 അതായത് ശിഷ്ടം 3 വരുന്നതിന് റിമൈൻഡർ 3 വരുന്നതിനെ പറ്റി. 48നെ പറ്റി, കാരണം 48 4ന്റെ മൾട്ടിപ്പിൾ ആണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം 4ന്റെ മൾട്ടിപ്പിൾസ് പറ്റുന്നുണ്ട് അല്ലെ. ശിഷ്ടം 2 വരുന്നത് 4 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 2 വരുന്ന നമ്പേഴ്സിനെ ഇതുപോലെ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് മാറ്റി എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. 4നെ പറ്റുന്നില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ റിമൈൻഡർ 2 ശിഷ്ടം 2 വരുന്ന നമ്പേഴ്സിനെയും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പസിലിന്റെ ഉത്തരം 2182 ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ? രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് ഞാനത് ഹരിച്ചു നോക്കുകയാണ്. 4 കൊണ്ട് 20, 18 4 4 16, ശിഷ്ടം 2 22 5. അപ്പൊ വീണ്ടും എനിക്ക് റിമൈൻഡർ എത്രയാണ് അവിടെ വരുന്നത്? ശിഷ്ടം എത്രയാ വരുന്നത്? 2. അപ്പൊ അതിനെ പറ്റുമോ? 2122നെ നിങ്ങൾക്ക് രണ്ട് നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുമോ? ഇല്ല. ഇത് തന്നെയാ മനോജ് മാഷ് പറഞ്ഞ ഉത്തരം, എനിക്ക് പറഞ്ഞ ഉത്തരം. ഓക്കെ, ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു. ചില ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നതിൽ എവിടെയോ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത്. റെഡിയാണല്ലോ? ഓക്കെ ആണല്ലോ? സോ അതവിടെ വെച്ച് നിൽക്കട്ടെ. ആ ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോദ്യം ഉണ്ട്, ഏത് തരത്തിലുള്ള സംഖ്യകളെയാണ് വിച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് can be written in this form? ഏത് ഫോം? നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെയുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം അവിടെ വരുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആണ്. ഇത് റൈറ്റ് ഡൗൺ ഇൻ ടു യുവർ നോട്ട്ബുക്ക്. ഏത് സംഖ്യകളെയാണ്? ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് എഴുതുക, നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഇനി മറക്കരുത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. റെഡിയാണല്ലോ? എങ്കിൽ ഞാൻ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടക്കാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ പാർട്ട് 25 into 75, അതുപോലെ തന്നെ 26 into 74. ഓക്കെ, 26 into 74. ഇതില് ഏതിന്റെ ഗുണനഫലം പ്രൊഡക്റ്റ് ആണ് വലുത് എന്നുള്ളത് ഗുണിച്ചു നോക്കാതെ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഗുണിച്ചു നോക്കാതെ. ഇപ്പൊ 25 into 75 ആണോ വലുത്? 26 into 74 ആണോ വലുത്? നമുക്കിപ്പോ പെട്ടെന്ന് സംശയം തോന്നാം. 5 25, ലാസ്റ്റ് ഡിജിറ്റ് 5 വരാം. 6 4 24, ലാസ്റ്റ് ഡിജിറ്റ് 4 വരാം. അപ്പൊ ചെറുതാവില്ലേ?
26 ഇൻറ്റു 74 ആവില്ലേ? ചെറുതാവില്ലേ? പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഇവിടെ 25 26 കൂടി, ഇവിടെ 75 74 കുറഞ്ഞു. എനിക്ക് യാതൊരു ഉറപ്പില്ല ഇതിലിപ്പോ ഏതാണ് വലുത് ഏതാണ് ചെറുത്. ഞാനൊരു ചെറിയ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോവാണ്. ഞാന് ഈ 25 എന്ന് പറയുന്ന സംഖ്യയെ 50 മൈനസ് 25 എന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ 75 എനിക്ക് 50 പ്ലസ് 25 എന്ന് എഴുതാം. So I can write 25 as 50 minus 25 and I can write 75 as 50 plus 25. Okay, so I can write this one as 50 square minus 25 square. അവിടെ കിടക്കട്ടെ. അപ്പൊ 25 ഇൻറ്റു 75 എന്ന് പറഞ്ഞാൽ അത് 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? റെഡി? അവിടെ കിടക്കട്ടെ. ഇനി അടുത്തത് 26 ഇൻറ്റു 74. 26 ഇൻറ്റു 74. 26 ഇൻറ്റു 74 ഇതേപോലെ തന്നെ എനിക്ക് 50 മൈനസ് 24 ഇൻറ്റു 50 പ്ലസ് 24 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ ഐ ക്യാൻ റൈറ്റ് 26 as 50 minus 24 and 74 as 50 plus 24. So this one can be written as 50 square minus 24 square. Okay. ഇതെന്താ ഉത്തരം കിട്ടിയിരിക്കുന്നത്? 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. 50ന്റെ സ്ക്വയറിന് 25ന്റെ സ്ക്വയർ കുറയ്ക്കണം. 50യുടെ സ്ക്വയറിന് 25ന്റെ സ്ക്വയർ കുറയ്ക്കണം. ഇതെന്താ ആൻസർ കിട്ടിയിരിക്കുന്നത്? 50 സ്ക്വയറിന് 24 സ്ക്വയർ കുറയ്ക്കണം. 50ന്റെ സ്ക്വയറിന് 24 സ്ക്വയർ കുറയ്ക്കണം. 50 50 സെയിം ആണ്. 25 24 കുറയ്ക്കുക. ഏതായിരിക്കും ഇതിൽ വലുത്? ഒരു സംശയം വേണ്ട. ദിസ് വൺ ഈസ് ബിഗ്. 26 into 74. വൈ? എന്തുകൊണ്ട്? സിമ്പിൾ. 50ന്റെ സ്ക്വയറിന് 25 സ്ക്വയർ കുറയ്ക്കുന്നതിനേക്കാൾ ചെറിയ വലിയ ഉത്തരല്ലേ 50ന്റെ സ്ക്വയറിന് 24 സ്ക്വയർ കുറച്ചാൽ. കാരണം 25 സ്ക്വയർ അല്ലേ വലുത്, 24 സ്ക്വയർ അതിനേക്കാൾ ചെറുതല്ലേ. അപ്പൊ 50 സ്ക്വയറിന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നതല്ലേ വലിയ ഉത്തരം. സോ ദിസ് ഈസ് ബിഗ്, ദിസ് ഈസ് ലാർജ്. സംശയമാണ്. അപ്പൊ കുടിച്ച് നോക്കിയിട്ടാണ് എനിക്ക് ഉത്തരം കിട്ടിയത്? അല്ല. സോ ഇനി അതിന്റെ താഴെ ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടി ബാക്കിയുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. പറ്റില്ലേ? പറ്റും. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്ത ടെക്നിക്ക് ഐഡിയ മനസ്സിലായോ? സോ എഴുതിയെടുത്തോ. 25 50 മൈനസ് 25, 75 50 പ്ലസ് 25. സോ 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. 26 50 മൈനസ് 24, 74 50 പ്ലസ് 24. സോ 50 സ്ക്വയർ മൈനസ് 24. ഇത് വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. കാരണം 50ന്റെ സ്ക്വയർ 25 സ്ക്വയർ കുറയ്ക്കുന്നതിനേക്കാൾ വലുതാണ് 50 സ്ക്വയറിന് 24 സ്ക്വയർ കുറയ്ക്കുന്നത്. ചെറിയതല്ല ഇവിടെ കുറയ്ക്കുന്നത്, ഇവിടെ വലിയ സംഖ്യയല്ലേ കുറയ്ക്കുന്നത് അല്ലേ? അത്രയും സംശയം ഉണ്ടെങ്കിൽ 4ന് 1 കുറച്ച് എത്രയാ? 3. 4ന് 2 കുറച്ച് എത്രയാ? 2. അപ്പൊ മനസ്സിലായില്ലേ? ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്. സോ നൗ ഇറ്റ് ഈസ് ഓവർ. 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള അടുത്ത വേറെ ചോദ്യമാണ് ഭാഷ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് അതിൽ തന്നെയുള്ള 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ അതിതാണ് ചോദ്യം. 125 ഇൻറ്റു 75 മൈനസ് 126 ഇൻറ്റു 74. 126 ഇൻറ്റു 74 കേട്ടോ. 126 മൾട്ടിപ്ലൈഡ് ബൈ 74. ഇതിന്റെ ഉത്തരം പെട്ടെന്ന് ഒന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് കുറിച്ച് നോക്കാതെ തന്നെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം കുറിച്ച് നോക്കാതെ കാണണം, മനക്കണക്ക് പോലെ കാണണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെയും മാർഷൽ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. 125നെ മാർഷൽ 100 പ്ലസ് 25 എന്ന് എഴുതുകയാണ്. 75നെ മാർഷൽ 100 മൈനസ് 25 എഴുതുകയാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഇങ്ങനെ എഴുതണമെന്നുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ച ഐഡന്റിറ്റി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലേക്ക് എത്താൻ തന്നെയാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഇനി ഇത് കുറയ്ക്കാനൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. 126. അപ്പൊ ഐഡിയ കിട്ടിയില്ലേ? 100 പ്ലസ് 26 ഇൻറ്റു ഏതാ? 100 മൈനസ് 26. റെഡിയല്ലേ? യെസ്. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? 100 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ.
ഇതിനെ നമുക്ക് മാറ്റി എഴുതി കൂടെ 100 സ്ക്വയർ മൈനസ് 26 സ്ക്വയർ. ഇനി ഇതിന്ന് ഇത് കുറയ്ക്കാറുണ്ട്, ഇതിന്ന് ഇത് കുറയ്ക്കണം. ഈ 100 സ്ക്വയർ കൊണ്ട് ക്യാൻസൽ ആയി പോകും, കുറയ്ക്കും. റെഡിയല്ലേ? ഇവിടെ ഇത് മൊത്തത്തിലൊരു സംഖ്യയാണ്, ഇത് മൊത്തത്തിലൊരു സംഖ്യയാണ്. അപ്പൊ ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കുക. ഓക്കെ അല്ലേ? അങ്ങനെ കുറയ്ക്കുമ്പോ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 26 സ്ക്വയർ കുറയ്ക്കുന്നതിനെ വീണ്ടും കുറയ്ക്കുകയാണ്. നമ്മളത് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് വന്നാൽ നമ്മള് ഇവിടുത്തെ വലിയ 26 സ്ക്വയറിനെ ആദ്യം എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഈ 25 സ്ക്വയർ കുറച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് വരുന്ന സന്ദർഭത്തില് ഈ 26 സ്ക്വയറിന് ഈ 25 സ്ക്വയറായിട്ട് കുറച്ചാൽ മതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ 26 സ്ക്വയർ കുറയ്ക്കണം 25 സ്ക്വയർ. ഇതിനെ മാറ്റി എഴുതും. എങ്ങനെയാണെന്നറിയോ? 26 പ്ലസ് 25 ഇൻറ്റു 26 മൈനസ് 25. അതെന്തിനാണ് മനസ്സിലായോ? വീണ്ടും ഒരു തിരിച്ചു പോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, സോ 26 പ്ലസ് 25 എത്രയാ? 51. 51 ഇൻറ്റു 26 മൈനസ് 25 എത്രയാ? 1. 51 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരിക? 51. കണ്ടോ? ഒരു ഗുണനം ചെയ്യാതെ തന്നെ മാർക്ക് ആൻസർ കിട്ടി. അല്ലെങ്കിൽ ഇത് ഗുണിക്കാൻ നിൽക്കണം, ഇത് ഗുണിക്കാൻ നിൽക്കണം, എന്നിട്ട് കുറയ്ക്കാൻ നിൽക്കണം. എത്ര പണിയുണ്ട്? ഒന്നും വേണ്ട. 125 100 പ്ലസ് 25, 75 100 മൈനസ് 25, 126 100 പ്ലസ് 26, 74 100 മൈനസ് 26. ഇത് രണ്ടും കൂടിയാണ് കുറയ്ക്കുകയാണ്. അങ്ങനെ കുറയ്ക്കുമ്പോൾ 100 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ഉണ്ട്. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവിടെ അതേപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഈ ഒരു സ്റ്റെപ്പിലാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഒരു മൈനസ്, ഈ മൈനസ് സംഖ്യയും കൂടിയാണ്. അതായത് കുറച്ചതിനെ വീണ്ടും കുറയ്ക്കുകയാണ്. അപ്പൊ വിപരീത ക്രിയയാണ്, കൂട്ടൽ എന്നുള്ള അർത്ഥത്തില്. അപ്പൊ അത് 26 സ്ക്വയർ അവിടെ വന്നു, ഈ 25 സ്ക്വയർ വന്നു. അപ്പൊ 26 പ്ലസ് 25 ഇൻറ്റു 26 മൈനസ് 25, 51 ഇൻറ്റു 1 സമം 1. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ബാക്കിയുള്ള എല്ലാ കണക്കുകളും ചെയ്തൂടെ? ചെയ്യാൻ പറ്റില്ലേ? പറ്റും. നിങ്ങൾ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. ഇനി മാഷ് ഇതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും നിങ്ങൾ എന്ന് വിചാരിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ. മാഷ് ഒരു ചോദ്യം മാത്രം ചെയ്ത് കാണിച്ചു തരാം. എല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം തികയില്ല, പിന്നെ അതിൽ അർത്ഥമില്ല. നിങ്ങൾ സ്വയം ചെയ്യണ്ടേ കുറെയൊക്കെ. മാഷ് ഒരു കണക്ക് കാണിച്ചു തരും, ബാക്കി നിങ്ങൾ സ്വയം ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസ് മേക്സ് എ മാൻ. എന്താണ്? യെസ്, നിങ്ങൾ പൂരിപ്പിച്ചോ. ഓക്കെ, എന്നാ ഇനി കൂടുതൽ പരിശീലന പ്രശ്നങ്ങൾ, അതായത് എക്സ്ട്രാ കുറെ ക്വസ്റ്റ്യൻസ് ആ പാഠത്തിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതില് ഒരു ചോദ്യമാണ് എടുക്കുന്നത്. 3rd ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ മാഷ് എടുക്കുന്നത് കേട്ടോ. അതൊരു കലണ്ടർ ക്വസ്റ്റ്യൻ ആണ്. കലണ്ടർ ക്വസ്റ്റ്യൻ നമ്മൾ ധാരാളം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കലണ്ടർ ക്വസ്റ്റ്യൻ. ഇതാണ് ചോദ്യം. ഇവിടെ ഒരു 3, 4, 5, 10, 11, 12, 17, 18, 19. അതിലെ 3 റൗണ്ട് ചെയ്തിട്ടുണ്ട്, 5 റൗണ്ട് ചെയ്തിട്ടുണ്ട്, 17 റൗണ്ട് ചെയ്തിട്ടുണ്ട്, 19 റൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 17 ഇൻറ്റു 15, 3 ഇൻറ്റു 19. അതിന് 3 ഇൻറ്റു 19 മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 17 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡയഗണൽ വൈസ് ഒരു കലണ്ടറിലെ 9 സംഖ്യകളുള്ള ഒരു സ്ക്വയർ എടുത്തു. 3 ഇങ്ങനെ 3 ഇങ്ങനെയുള്ള 9 കള്ളികളുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കള്ളികൾ എടുത്ത് ഒരു സ്ക്വയർ, ഒരു സമചതുരം എടുത്തു. അതിന്റെയൊക്കെ മൂലകളിലുള്ള കോർണറിലുള്ള സംഖ്യകളൊക്കെ റൗണ്ട് ചെയ്യും. എന്നിട്ട് ഡയഗണൽ വൈസ് കോണോട് കോൺ ഒന്ന് ഗുണിക്കാണ്, പ്രൊഡക്റ്റ് കാണാണ്. അപ്പൊ 3 ഇൻറ്റു 19, 3 ഇൻറ്റു 19 എത്ര വരിക? 3 9 27, ബാക്കി 2, പിന്നെ ഒരു 3 3 2 5 അല്ലെ, 52. ശരിയല്ലേ? ഓക്കെ, അപ്പോ അത് വേണ്ടി. ഇനി 17 ഇൻറ്റു 5 ഒന്ന് ഗുണിക്കാൻ പറഞ്ഞു. 17 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 7 35 5, ബാക്കി 3, 5 5 3 8 85. എന്നിട്ട് 85-ൽ നിന്ന്, അതായത് ഈ പ്രൊഡക്റ്റിൽ നിന്ന്, ഇതിൽ നിന്ന് ഇതൊന്ന് കുറയ്ക്കാൻ പറഞ്ഞു.
അപ്പൊ 85 കുറയ്ക്കണം 52 അല്ലെ. 85 കുറയ്ക്കണം 52 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരിക? അപ്പൊ അതാണ് നമുക്ക് ഗുണിച്ച് നോക്കേണ്ടത് അല്ലെ. ഒന്ന് ഗുണിച്ച് നോക്കണം കേട്ടോ, എത്രയാണ് ആൻസർ വരുന്നത് എന്നുള്ളത്. 52 തന്നെയല്ലേ വരുന്നത്? സോറി, അത് തെറ്റിട്ടോ, മാഷ എഴുതിയതിൽ തെറ്റി, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 39 27 7 എഴുതണ്ടോ, അവിടുത്തെ മാഷ 2 എഴുതി, അത്രേ ഉള്ളൂ. 27 അതിന്റെ 7 ബാക്കി 2 ഒരു 3 3 2 5. അപ്പൊ ശരി, റെഡിയല്ലേ? അപ്പോ 85 നിന്ന് 57 മാഷ് കുറയ്ക്കേണ്ടത്. 57 കുറയ്ക്കേണ്ടത്. ഇത് കുറച്ചു അപ്പൊ എത്ര വരിക നോക്കാം. 8 7 15 5 ബാക്കി 1 1 5 6 28 ആൻസർ കിട്ടി. ഇത് 28. അപ്പൊ മാഷ് ചെയ്ത വർക്കൊക്കെ റെഡിയല്ലേ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ, മനസ്സിലായോ? ഇപ്പൊ 28 കിട്ടി. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 28 എന്നുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. മാഷിക്ക് തെറ്റിയ പോലെ നിങ്ങൾക്ക് തെറ്റില്ല, കൃത്യമായിട്ട് നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എഴുതിയാൽ ഇനി പറഞ്ഞത് എന്താ പറയുക, ഇതേപോലുള്ള 9 കള്ളികൾ വേറെ എടുക്കുക, എന്നിട്ട് ഇതേപോലുള്ള വർക്കൗട്ട് ചെയ്യുക. ഒരു 2 സ്റ്റെപ്പെങ്കിലും 2 എണ്ണെങ്കിലും എക്സാമ്പിൾസ് ചെയ്യാം. കിട്ടുന്ന ആൻസർ നോക്കി 28 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 28 ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിനെ ഒന്ന് ആൾജിബ്രിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദീകരിക്കണം. അതാണ് പണി. സോ ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിയാണ്. ഇതിനെ ഒന്ന് ആൾജിബ്രിക്കലി വിശദീകരിക്കാൻ പോവാണ്. ആൾജിബ്രിക്കലി വിശദീകരിക്കണമെങ്കിൽ ആര് വേണം? എക്സ് വേണം, വേണ്ടേ? എക്സ് ഇല്ലാതെ ഒരാൾജിബ്രയിൽ നടക്കില്ല. എവിടെ എക്സ് എടുക്കണം? ഇവിടെ എക്സ് എടുക്കാം, എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 അങ്ങനെ എഴുതാം. ഇതിന്റെ മുന്നത്തെ നമ്മൾ ചില പ്രോബ്ലംസിൽ എഴുതിയ പോലെ. പക്ഷെ മാഷ് ഇവിടെ സൗകര്യം നടുവിൽ എക്സ് എന്ന് എടുക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് ലാസ്റ്റ് മനസ്സിലാവും, കണക്കിന്റെ ലാസ്റ്റ് എത്തുമ്പോൾ മനസ്സിലാവും. ഞാൻ അതാണ് എടുക്കുന്നത് എക്സ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ, ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ 11 10 അപ്പൊ ഇത് എക്സ് മൈനസ് 1 ആയി. 11 3 ആയി. 11 3 എന്ന് പറയുമ്പോ എത്ര കുറഞ്ഞു? 8 കുറഞ്ഞു. സോ ഇത് എക്സ് മൈനസ് 8 ആയി. ഇത് എക്സ് മൈനസ് 7 ആയി. 4 7 കുറഞ്ഞു. ഇത് 5 6 കുറഞ്ഞു. എക്സ് മൈനസ് 6 ആയി. മനസ്സിലായല്ലോ? ഇവിടെ എക്സ് എടുത്താ ഇവിടുന്ന് 1 കുറഞ്ഞു, 8 കുറഞ്ഞു, 7 കുറഞ്ഞു, 6 കുറഞ്ഞു. നോക്കിയാ മനസ്സിലാവും. ഇതാണ് നമ്മുടെ എക്സ്. നോക്കിയാ മനസ്സിലാവും. ഇനി അപ്പുറത്തേക്ക് പോവാം. 1 കൂടി എക്സ് പ്ലസ് 1. ഇവിടെ എത്തിയപ്പോഴേക്ക് 6 കൂടി എക്സ് പ്ലസ് 6. ഇവിടെ എത്തിയപ്പോഴേക്ക് 7 കൂടി എക്സ് പ്ലസ് 7. ഇവിടെ എത്തിയപ്പോഴേക്ക് 8 കൂടി എക്സ് പ്ലസ് 8. ഫില്ലിംഗ് കറക്റ്റ് ആയില്ലേ? ഈ സാധനം റൗണ്ട് ചെയ്തു, ഈ സാധനം റൗണ്ട് ചെയ്തു, ഇത് റൗണ്ട് ചെയ്തു, ഇത് റൗണ്ട് ചെയ്തു. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇതുകൾ കുടിക്കണം, ഇതുകൾ കുടിക്കണം. അപ്പൊ ഞാൻ വലിയ സംഖ്യ ആദ്യം ഇതുകളൊന്ന് കുടിക്കാം, ഇത് രണ്ടും ഒന്ന് കുടിക്കാം, പിന്നെ ഇത് രണ്ടും ചെറുത്. റെഡിയല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് കുടിക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് കുടിക്കാം. സോ എക്സ് മൈനസ് 6 എക്സ് പ്ലസ് 6 തമ്മിലൊന്ന് ഗുണിക്കുകയാണ്. എക്സ് പ്ലസ് 6 ഇൻറ്റു എക്സ് മൈനസ് 6. നമുക്കറിയാലോ അല്ലെ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ എന്തുകൊണ്ടാണ് നടുവിൽ എക്സ് എന്ന് എടുത്തത്? മനസ്സിലായില്ലേ? നോക്കാം. ഇവിടെ എക്സ് മൈനസ് 6 എന്നും ഇവിടെ എക്സ് പ്ലസ് 6 എന്നും വന്നു. ഇവിടെ എക്സ് മൈനസ് 8 എന്നും ഇവിടെ എക്സ് പ്ലസ് 8 എന്നും വന്നു. അതിനെന്നെ എടുത്തത്, അതിനെന്നെ അങ്ങനെ എടുത്തത്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഐഡന്റിറ്റി ആയിട്ട് മാറും. കണ്ട? അപ്പൊ ഇത് കിട്ടി. മൈനസ് ഇനി ഇത് രണ്ടും അല്ലേ വേണ്ടേ? അപ്പൊ അത് എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 8. അങ്ങനെയാണെങ്കിൽ ഇതിനെ എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഭാഷ എഴുതട്ടെ, 36. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. മൈനസ് ഇതിനെ മാറ്റി എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 64 അല്ലേ? 64. ഇത് ചെയ്യാൻ മാഷ നേരത്തെ കണക്കിൽ ഒരു മറുപടി പറഞ്ഞു. എക്സ് സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി, സെയിം ആണ്. ഇങ്ങനെ വരുമ്പോ മൈനസും ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യ വരുമ്പോ ഈ വലിയ സംഖ്യ ഇത് ഇവിടെ ആദ്യം എഴുതുക. 64 മൈനസ്
എന്നിട്ട് ഈ സംഖ്യ എഴുതുക 36. 64 36 കുറച്ചായി എത്രയാ വരിക? കുറച്ച് നോക്കിക്കോ, 28. അപ്പൊ ഈ നടുവിലെ സംഖ്യ ഏത് സംഖ്യ വന്നാലും ഇതുപോലെയുള്ള 9 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ ഈ കണക്ക് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്തേ വരുള്ളൂ? 28 വരുള്ളൂ, അല്ലാതെ വേറൊരു ഡിഫറൻസ് വരില്ല. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ദിസ് ഈസ് ആൾജിബ്രിക് മെത്തേഡ്. ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ആ കണക്ക് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെയുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ 2-3 കണക്ക് ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും അടിയിലത്തെ കണക്കാണ് എടുത്തത്. മുകളിൽ ഇതേപോലെയുള്ള കണക്കുകൾ ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ കലണ്ടർ കണക്കുകൾ ഉണ്ട്. ദാറ്റ് യു ഹാവ് ടു ഡു യുവർസെൽഫ്. നിങ്ങൾ സ്വയം ചെയ്തേ പറ്റൂ. സോ ധാരാളം ഇന്നത്തേക്ക്. അപ്പൊ നമുക്ക് ഈ ഐഡന്റിറ്റി സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇവിടെ ക്ലോസ് ബെല്ല് കൊടുത്തൂടെ? യെസ്. സന്തോഷത്തോടു കൂടി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്. ഓക്കെ. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് ഭാഷ നിർത്തട്ടെ. അപ്പൊ ഇനി വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.